ഫൈനൽ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ. കലാശപ്പോരിന്റെ കിക്ക് ഓഫിന് കാത്തു നിൽക്കുമ്പോൾ ലോകം എങ്ങനെയാണ് ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങുന്നത് എന്നതിനു കൂടിയാണ് നമ്മൾ ഇന്ന് സാക്ഷികളാകുന്നത്. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്നത്തെ രാത്രി ആരുടേതാകും ഈ ഒരു വിജയം എന്നതാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത്. ഗോളാരവത്തിൽ കേരള വിഷനോടൊപ്പം ചേരുന്നത് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചായ CB സീനയാണ്. വെൽക്കം സീന. എന്തായാലും ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഫൈനൽ മത്സരത്തിനായി. വലിയ രണ്ട് ടീമുകൾ മുഖാമുഖം നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. മെസ്സിപ്പടയുണ്ട്, ഒപ്പം തന്നെ വലിയൊരു ഡിഫൻസ് തീർത്ത് സ്പെയിനും എതിർവശത്തായി നിൽപ്പുണ്ട്. രണ്ടും ശക്തരായ ടീമുകളാണ്. ഇന്ന് ആർക്കൊപ്പമാണ് വിജയമുണ്ടാകുക? എന്താണ് പ്രതീക്ഷ? രണ്ട് ടീമും ഈക്വൽ ഒരു പൊസിഷനിലെത്താൻ കഴിവുള്ള രണ്ട് ടീമുകളാണ്. പലതവണ ഇവർ പരസ്പരം മാറ്റുരച്ചിട്ടുള്ളതാണ്. 6 തവണ അർജൻറ്റീനയും 6 തവണ സ്പെയിനും വിജയിച്ചിട്ടുള്ള കളിക്കാരാണ്. മാത്രമല്ല അവർ 2 തവണ ഡ്രോയും ആയിട്ടുണ്ട്. അങ്ങനെ ഈക്വൽ പൊസിഷനിൽ കളിക്കുന്ന രണ്ട് ടീമുകളാണ്. ഇപ്പോൾ സ്പെയിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർ ടിക്കറ്റാക്ക കളിയുടെ കുറച്ചും കൂടി 1 ടച്ച് 2 ടച്ച് മാത്രമാണ് അവർ കളിക്കുന്നത്. അത് അവരുടെ ഡിഫൻഡ് ലൈനിലാണെങ്കിലും 18 യാർഡിൻ്റെ ഉള്ളിലാണെങ്കിലും ആ കളി അവർ മാനേജ് ചെയ്യാൻ അവർ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ബോൾ കൺട്രോൾ ചെയ്യുന്നത് യമാൽ മാത്രമായിരിക്കും. കൂടുതൽ ബോൾ കയ്യിൽ വെക്കുന്ന ഒരു പ്ലെയർ. ആ വെക്കുന്ന പ്ലെയറിനെ ഇവർ തീർച്ചയായിട്ടും അർജൻറ്റീന ബോൾ വെക്കാൻ സമ്മതിക്കില്ല. ബോൾ എടുത്താൽ അവർ അടി ഉറപ്പാണ്. ആ ഒരു രീതിയിലാണ് അർജൻറ്റീനയുടെ കളി പോയിക്കൊണ്ടിരിക്കുന്നതും കാണുന്നതും. അവരുടെ കളിയുടെ മെത്തേഡും അതുപോലെ തന്നെ. അപ്പോൾ വിജയം ആർക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല രീതിയിലുള്ള നല്ല ഒരു ഫൈനൽ കാണാൻ കഴിയുമെന്നുള്ളത് ഒരു വളരെ ഒരു പറയണ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും അത് ഒരു ഭയങ്കര വലിയ ഒരു കളി തന്നെ ആയിരിക്കും. വിജയം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അർജൻറ്റീന ജയിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ കളി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സും ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുമ്പോൾ അവരെല്ലാവരും എല്ലാ ഏരിയയിൽ നിന്നും അവരുടെ ഹാഫ് ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, ഫോർവേഡ്സ് ആയിക്കോട്ടെ, അവർ എത്തിക്കാൻ നോക്കുന്നത് മെസ്സിയിലേക്കാണ്. ആ മെസ്സിയുടെ കാലിൽ റൈറ്റ് വിങ്ങിൽ കൂടിയാണ് മെസ്സി ആ ബോളായി കയറുന്നതെങ്കിൽ ഗോൾ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ രീതിയിലാണ് ഇത്രയും കാലത്തെ കളികൾ പോയേക്കണം. ഒട്ടും തോക്കാതെ വന്നേക്കുന്ന രണ്ട് ടീമുകളാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും വിജയിക്കുന്നത് അർജൻറ്റീന ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും അർജന്റീന ജയിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു രണ്ട് ടീമിനെ നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന, റോഡ്രിഗോയുടെ സ്പെയിൻ, ഇങ്ങനെയുള്ള പേരുകൾ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അവരാണ് താരം എന്നുള്ള ഒരു കേട്ടുകേൾവിയാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ രണ്ട് ടീം, ഒരു ടീം തന്നെയാണ് ഒരു ഗോൾ നേടുന്നതിനുള്ള പിന്നിലുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമിനെ പറ്റി നമുക്ക് മറ്റ് താരങ്ങളെ പറ്റി, ഇവരല്ലാതെ ഈ ഒരു പ്രധാന താരങ്ങളല്ലാതെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് താരങ്ങളെ പറ്റിയും നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ അർജന്റീന നയിക്കുന്ന മെസ്സിപ്പടയുടെ അർജന്റീന ടീമിനെ പറ്റിയും ആ ഒരു ടീം അംഗങ്ങളെ പറ്റിയും, ഒപ്പം തന്നെ സ്പെയിനിലുള്ള ആ ഒരു ഡിഫൻസ് ടീമാണ്, ശക്തരാണ്, ചെറുപ്പക്കാരാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയൊരു ശക്തമായൊരു ടീമാണ് സ്പെയിനിലുള്ളത്, ഡിഫൻസ് ടീമാണ്. അപ്പോൾ ആ ഒരു ടീമിനെ പറ്റിയും കൂടുതൽ അറിയണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു താരനിരയെ പറ്റി ഒരു വിശകലനം തരാം. സ്പെയിൻ്റെ ലൂയിസ് ഡിഫൻസ്, അതുപോലെ ഗോൾ കീപ്പർ നമ്മുടെ എമിലിയാനോ, ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഗോൾ കീപ്പിംഗ് നമ്മൾ പലരും കണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഒരു ടീമിലെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ, അല്ലെങ്കിൽ എത്രയോ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ബോള് ഡിഫൻഡറിന് എടുത്ത് ഗോളടിക്കാൻ കൊടുത്താൽ ചിലപ്പോൾ ആ വ്യക്തി ഒരു പുഷ് പാസിലൂടെയോ അല്ലെങ്കിൽ ഒരു ലോ ഡ്രൈവിലൂടെയൊക്കെ നേടുന്ന ആ ഒരു ഗോളിനെ നമ്മൾ ഭയങ്കരമായിട്ട് അംഗീകരിക്കുകയും പിന്നെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ടീമിൻ്റെ തന്നെ ഡിഫൻഡർ ഭയങ്കര കളി കളിച്ചിട്ടാണ് ഗോൾ കയറാത്തത്. അതിനെക്കുറിച്ച് ആരും ശരിക്കും ചിന്തിക്കാറില്ല. ഒരു ഡിഫൻഡിങ്ങിൻ്റെ അതേ ഒരു ഫോർവേഡ് ഗോളടിക്കുന്നതിനേക്കാൾ അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ എഫർട്ട് എടുത്താണ് ഒരു ഡിഫൻഡർ ഒരു ബോൾ കയറ്റാതിരിക്കുന്ന നോക്കുന്നത്. ഒരു ഗോള് കയറ്റാതെ, നമ്മുടെ പോസ്റ്റിൽ ഗോൾ കയറ്റാതെ നോക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പാഠവും തന്നെയാണ്. അപ്പോൾ അവരെയും ഡിഫൻസിനെയും കൂടി അംഗീകരിക്കുക എന്നുള്ളത് ഈ കളികളിൽ മൊത്തം ഓൾമോസ്റ്റ് നമ്മളിത് കാണുന്നുണ്ട്. കണ്ട് വന്നേക്കുന്നതും അത്രയും ആ ഒരു രീതിയിലാണ്.
എന്തായാലും ലോക ഫുട്ബോൾ ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടത്തിനാണ് വേദിയൊരുക്കുന്നത്. എല്ലാവരും വലിയ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും ഈ അർജന്റീന മെസ്സിപ്പടയുടെ ആരാധകരാണ്, മെസ്സിയുടെ ആരാധകരാണെന്നാണ് ഒരു പൊതുവെ ഏറ്റവും കൂടുതലും ആളുകളും ഈ ഒരു അർജന്റീന ആരാധകരാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിൽ കൂടി ഒരു പ്രത്യേകതയുണ്ട്. 2016 മെസ്സി താൻ ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വികാരാധീനനായി ഇറങ്ങിയ ഒരു അതേ വേദിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മെസ്സി കളിക്കുന്നത്, അതും ഫൈനൽ കളിക്കുന്നത് എന്നത് അർജന്റീന ആരാധകർക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു അഭിമാന നിമിഷം കൂടി തന്നെയാണ്. അപ്പോൾ അർജന്റീന ജയിക്കും എന്നൊരു പ്രതീക്ഷ താങ്കൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നപ്പോൾ ഇത്തരത്തിലൊരു അഭിമാന നിമിഷം കൂടി മെസ്സിക്ക് ഇപ്പോൾ സ്വന്തമാകുകയാണ് ഈ ഒരു ഫൈനൽ ഈ ഒരു വേദിയിൽ കളിക്കുന്നതോടുകൂടി തന്നെ. വലിയൊരു ആവേശ പോരാട്ടത്തിലാണ് ഇപ്പോൾ രണ്ട് ടീമും. എന്തായാലും ഈ ഫൈനൽ മത്സരം എത്തുന്ന വേദി തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഈ ഒരു ഫിഫ ലോകകപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അർജന്റീന ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി വലിയൊരു വിജയത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നൊരു ടീം കൂടിയാണ്. ഈ ഒരു ടീമാണ് ഏറ്റവും ശക്തരായ ഡിഫൻസ് ടീമായിട്ടുള്ള സ്പെയിനെ തകർക്കാനായി ഇന്ന് വേദിയിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വേദി ഏറ്റവും കൂടുതൽ മെസ്സിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രത്യേകത തന്നെയുണ്ട്. 2016 കാലഘട്ടത്തിൽ 2016 മെസ്സി ഏറ്റവും കൂടുതൽ വികാരാധീനനായി ഈ ഒരു വേദിയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇനി കളിക്കില്ല എന്നൊരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നാലും അതേ വേദിയിൽ തന്നെ ഇന്ന് മെസ്സി ഫൈനൽ കളിക്കുന്നു എന്നൊരു വലിയൊരു നേട്ടം കൂടി മെസ്സിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേദിയിൽ ഈ ഒരു കളി മെസ്സിക്ക് എത്രത്തോളം അനുകൂലമാകും? പങ്കെടുക്കുന്ന നമ്മുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന 11 പ്ലെയേഴ്സിലും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ എന്ന നിലക്ക് മെസ്സിക്ക് ഒരു എന്താ പറയുക, ഭയങ്കര ടെൻഷനാണ്. ഓരോ കളിയും നമ്മൾ കണ്ട ഈ 3 കളികളും ആ ഒരു ഇതിലായിരുന്നു കളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പല വീഴ്ചകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. റഫറിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അതെല്ലാം അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ലോകം മുഴുവനുള്ള പ്രാർത്ഥന ആ ടീമിൻ്റെ ഒപ്പം വേണ്ടെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അവർക്ക് അതായിരിക്കാം കൂടുതൽ ഭാഗ്യങ്ങൾ വന്നേക്കണത്. മറ്റവരുടെ കളിയുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെസ്സിയോടുള്ള ആരാധന, അത് എന്നെ സംബന്ധിച്ച് മറഡോണയോടുള്ള ആരാധനയാണ്. നമ്മൾ പെലേനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ബ്രസീൽ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ മെസ്സിനോടുള്ള ആരാധന ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് എന്നാണ് എനിക്ക് കരുതാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അത് ടീം വർക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ടീം വർക്ക് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ മെസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കുന്ന ബോൾ ത്രൂ കൊടുക്കാനും പെൻട്രേഷൻ പാസ് കൊടുക്കാനും അത് റൈറ്റ് വിങ്ങിലൂടെയാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നതും അത് ഗോളിലാണ് കലാശിക്കുന്നത്. പലതവണ നമ്മുടെ ഒപ്പം നിൽക്കുന്ന താരങ്ങളൊപ്പം എല്ലാവരും ഓൾമോസ്റ്റ് ഒരേ രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യുന്നതും അറ്റാക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ആ ഒരു വിജയം അവർക്ക് കരസ്ഥമാക്കാൻ പറ്റും എന്നാണൊരു വിശ്വാസം. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഇനി ഈ ഒരു മത്സര പോരാട്ടത്തിന് ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയും റോഡ്രിയുടെ സ്പെയിനും കിരീട പോരാട്ടത്തിനായി മുഖാമുഖം വരികയാണ്. പ്രവചനങ്ങളൊക്കെ അസാധ്യമാണ്. നമുക്കൊപ്പം വിശദാംശങ്ങളൊക്കെ നൽകിയത് ഫുട്ബോൾ കോച്ചും ഫുട്ബോൾ പ്രൊഫഷണലുമായിട്ടുള്ള CV സിനയാണ്. വളരെ നന്ദിയുണ്ട് CV സിന നമുക്കൊപ്പം ചേർന്നതിന്.